നമ്മുടെ സ്വന്തം മാളച്ചേട്ടന്റെ വീട്ടിലാണ്. ഇനി നീ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞു കേട്ടാൽ ഇട്ടിച്ചിന്റെ അസ്ഥിയിൽ ഓടിക്കും. ഫ്ലോർ ചെയ്യാൻ ആള് സമ്മതിച്ചിട്ടില്ല. എന്റെ മക്കൾ ഓടി കളിക്കണം, മണ്ണിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് മറ്റേ കോൺക്രീറ്റോ ഇതൊന്നും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. മാളച്ചേട്ടന്റെ നിർബന്ധമാണ്. എത്ര വർഷത്തെ പഴക്കമുണ്ട്? 40 വർഷമായി താമസിച്ചിട്ട്. 40 വർഷത്തെ പഴക്കമുണ്ട് അല്ലേ? ഓ നൈസ് നൈസ് നൈസ്. അപ്പം ആ കാണുന്ന ബെൻസ് അച്ഛൻ്റെ അവിടെ കിടക്കണം, ഇപ്പൊ പുറത്തേക്ക് കിട്ടില്ലേ. അതും അദ്ദേഹത്തിന്റെയാണ്. 23 വർഷം പഴക്കമുള്ള. 23 വർഷം പഴക്കമുള്ളതാ. ഈ മണി ഏറ്റവും കൂടുതൽ അടിച്ചിട്ടില്ല ഇവിടെ വന്നിട്ടുള്ള അതിഥി ആരായിരിക്കും? ഈ ആളുടെ ഒരു സുഹൃത്തിന്റെ ആളായിരിക്കും മിക്കവാറും. അപ്പം അച്ഛൻ ഇത്ര വലിയ കലാകാരനായതുകൊണ്ട് സിനിമാ ഫീൽഡിലേക്ക് കയറാൻ അങ്ങനെ ഒരു ഇഷ്ടം അങ്ങനെ ഇഷ്ടമില്ലല്ലോ. അതൊരു കഴിവിന്റെ മാത്രമേ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമേ ഞാൻ കപ്പലുകൾ ഇങ്ങനെ ഇരിക്കണത് ഞങ്ങള് മാമു കോയസ് പോയപ്പോ അവിടെ തന്നെയാണത്. ആണോ? ആ ഭാഗത്ത് തന്നെയാണ്. അതുപോലെ തന്നെ അതാ ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ഇത് നല്ല പഴക്കമുള്ളതാന്ന് തോന്നുന്നല്ലോ. ഇത് വുഡനാണ്. ഇത് അദ്ദേഹം വായിച്ചിരുന്ന തബലകളാണ് അല്ലേ? ഒത്തിരി ഉണ്ടല്ലോ. ഒരു 8 സെറ്റോളം ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മുറി അല്ലേ, ഗസ്റ്റ് റൂം. അപ്പൊ ഇതാണ് അതിന്റെ എൻട്രൻസ്. 2025 അദ്ദേഹം പോയിട്ട് 10 വർഷം ആകുകയാണ്. അപ്പം എങ്കിൽ കൂടി അദ്ദേഹം തിരശ്ശീലയിൽ നമുക്ക് മുമ്പിൽ കാണിച്ചു വെച്ചിട്ടുള്ള ഓരോ വേഷങ്ങളാണ് ഇങ്ങനെ ഓരോരോ ബോക്സ് കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലായപ്പോ ഗ്രീനായിട്ട് നിൽക്കുന്ന വേഷങ്ങൾ ഓർമ്മ വരികയാണ്. എന്തായാലും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, തരാനുള്ളത് എപ്പോഴായാലും തരും. ബഹളം വെക്കുന്നു മാത്രമേ ഉള്ളൂ. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു കലാകാരൻ്റെ വീട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീടും പരിസരവും ഒക്കെ കാണിച്ചു തരാനായിട്ട്. ആ മുഖഛായ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് എൻ്റെ ഇന്നത്തെ ഗസ്റ്റ് എന്ന്. അപ്പം നമുക്കകത്തേക്ക് പോവാം. അതൊന്ന് സൂക്ഷിച്ച് നോക്കി മുഖത്തേക്ക്. നമ്മുടെ സ്വന്തം മാളച്ചേട്ടന്റെ വീട്ടിലാണ് ഞാനിപ്പോ ഉള്ളത്. ഇത് മാളച്ചേട്ടന്റെ മകനാണ് മുത്തുച്ചേട്ടൻ. ഹലോ ചേട്ടാ, നമസ്കാരം. സാധാരണ ഞാൻ എപ്പോഴും നേരെ അകത്തേക്കാണ് പോവുക. പക്ഷെ എനിക്ക് തോന്നി ഈ വീടിന്റെ പരിസരം എന്റെ പ്രേക്ഷകർക്ക് ആദ്യം കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് അകത്തേക്ക് ഒന്നിച്ചു പോകാം എന്നല്ലേ? ചേട്ടനും കൂടെ എന്റെ ഒപ്പം ഒന്ന് വരും. ഇവിടെ വന്നപ്പോ തന്നെ ഉണ്ടല്ലോ, ആക്ച്വലി എന്റെ കണ്ണ് ആദ്യം ഉടക്കിയത് എവിടെയായിരിക്കും? ഇവിടെ വരുന്നവരെല്ലാരും ആദ്യം എന്താണ് കോംപ്ലിമെന്റ് ചെയ്യാ വന്ന് കയറുമ്പോ തന്നെ? പ്രത്യേകിച്ച് അല്ലല്ല, എനിക്ക് ആദ്യം എന്റെ കണ്ണ് പോയത് ഇത് അങ്ങോട്ടേക്കാണ്. എന്താണ് ബബ്ലൂസ് നാരങ്ങ അല്ലേ? ഇത് ഇവിടെ ഈ അത്യാവശ്യം ചെടികളും ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ മാളച്ചേട്ടൻ നട്ടുപിടിപ്പിച്ച ഒന്നുമല്ല, അമ്മയാണ് ഇതിന്റെ ഒക്കത്തിന്റെ ആള് അല്ലേ? ഇത് വന്നവർക്കും പോണവർക്കൊക്കെ എല്ലാവരും കൊടുക്കും, നാട്ടിലെല്ലാവർക്കും. ആണോ? ഉണ്ടെങ്കിൽ എനിക്ക് വരണം തന്നെ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പം അത്യാവശ്യം ഗാർഡനിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ട്. മുറ്റം എല്ലാ ദിവസവും നല്ല വൃത്തിയാക്കി ഇടും അല്ലേ? ഫ്ലോർ ചെയ്യാൻ ആള് സമ്മതിച്ചിട്ടില്ല. എന്റെ മക്കൾ ഓടി കളിക്കണം, മണ്ണിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് മറ്റേ കോൺക്രീറ്റോ ഇതൊന്നും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. മാളച്ചേട്ടന്റെ നിർബന്ധമാണ്. അപ്പൊ നിങ്ങള് കളിച്ചു വളർന്ന വീടാണ്. ഓ, എത്ര വർഷത്തെ പഴക്കമുണ്ട്? 40 വർഷമായി താമസിച്ചിട്ട്. 40 വർഷത്തെ പഴക്കമുണ്ട് അല്ലേ? ഓ നൈസ് നൈസ് നൈസ്. അപ്പം ആ കാണുന്ന ബെൻസ് അല്ല, അത് എന്റെയാണ്. ബാക്കി അച്ഛന്റെ ആണ്. അവിടെ കിടക്കണം, ഇപ്പൊ പുറത്തേക്ക് കിട്ടില്ലേ. അതും അദ്ദേഹത്തിന്റെ. 23 വർഷം പഴക്കമുള്ള. 23 വർഷം പഴക്കമുള്ളതാ. അതായത് ഏകദേശം 2001 അല്ലേ? ആള് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നതാ വണ്ടിയാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വാഹനം. ഭയങ്കര ഇഷ്ടമായിരുന്നു. ആളിൽ വേറെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, സെയിം ലാൻസർ തന്നെ. അദ്ദേഹം ആദ്യം വാങ്ങിയ വണ്ടി ഏതായിരുന്നു? രാജദൂത് ബൈക്ക്. ഓഹോ, അതായിരുന്നു. ഇല്ലില്ല, ഞാൻ കേട്ടിട്ടില്ല. അതിനുശേഷം ബുള്ളറ്റ്. ഇതാണ് അതാണ് മരിക്കുന്ന സമയത്ത് ആളുണ്ടായ എക്കോസ്പോർട്ട്.
അതുപോലെ തന്നെ ഏട്ടാ ഞാൻ വന്നപ്പോ ഞങ്ങൾക്ക് ഇവിടെ സാധാരണ ഒരു വീട്ടിൽ കയറുമ്പോ ഞാൻ കോളിംഗ് ബെൽ അടിച്ചിട്ടാ കയറാം. പക്ഷെ എന്റെ കണ്ണ് ആദ്യം അത് വെറൈറ്റി ആയിട്ട് ഈ ഒരു മണിയിലാണ്. ഇത് ലൈക് പണ്ട് തൊട്ടേ ഇവിടെ ഉള്ളതാണ്. ഞാൻ അധികം വീടുകളിൽ കണ്ടിട്ടില്ല. മിക്ക വീടുകളിലുണ്ട്, ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ട് അല്ലേ? ഓക്കെ. ഈ മണി ഏറ്റവും കൂടുതൽ അടിച്ചിട്ടില്ല ഇവിടെ വന്നിട്ടുള്ള അതിഥി ആരായിരിക്കും? ഈ ആളുടെ ഒരു സുഹൃത്തുണ്ട്, ആളായിരിക്കും മിക്കവാറും. മരിച്ചു, ആൾ മരിച്ചു, അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട്. ആളുടെ അസിസ്റ്റന്റ് ആയിരുന്നു, മാനേജർ ആയിരുന്നു. ഓ, അദ്ദേഹം ആളെല്ലാ ദിവസം വരും. ഓക്കെ. ഇവിടെ ആണെങ്കിൽ ഒരുപാട് മരങ്ങളും ചെടികളും കായ്കളും ഒക്കെ ഉണ്ടല്ലോ. ഇത് എന്തോ ഔഷധ ഗുണമുള്ള അതെന്തോ ഒരു ഔഷധ ചെടിയാണ്. അതിന്റെ പേര് എനിക്കറിയില്ല. ഒരു ഡോക്ടർ പറഞ്ഞത്. ഇവിടെ വന്നപ്പോ വേറൊരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ അറിഞ്ഞത് എന്താ വെച്ചാൽ മുകളിലെ അസിസ്റ്റൻസിനും അല്ലേ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനും ഒക്കെ താമസിക്കാൻ ഒരു ഇടം രാത്രിയൊക്കെ ആയിരിക്കില്ല ഒരു ഷൂട്ട് കഴിഞ്ഞ് വരുന്ന. ചിലപ്പോൾ വെളുപ്പിന് 2 മണി 3 മണിയൊക്കെ ആയിരിക്കും. 5-5:30 വേണ്ടിട്ട് വീണ്ടും 1 മണിക്കൂർ 2 മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ട് പോകും. അപ്പൊ അവര് നമ്മളെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കാൻ അവരെ മുകളിൽ അക്കോമഡേറ്റ് ചെയ്യും. അതാണ് മുള്ളു കാണുന്ന ഏരിയ. ഓ, ഞാനോർത്ത് അത് വീടിന്റെ ഭാഗമാണ്. വീടിന്റെ ഭാഗം തന്നെ, വീടിന്റെ അകത്തുനിന്നല്ല അതിന്റെ സ്റ്റെയർ കേസ് പുറത്തുനിന്നാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് പിന്നീട് അത് പോയിട്ട് കാണാം. ഇപ്പൊ അവിടെ ആരും അതൊന്നുമില്ല, അത് യൂസ് ചെയ്യുന്നില്ല. അദ്ദേഹം പോയതിനു ശേഷം പിന്നെ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് അകത്തേക്ക് പോവാം. ആയിക്കോട്ടെ, വരും. ആണോ? ഈ വീട് വിട്ടിട്ട് അദ്ദേഹത്തിന് അങ്ങ് പോകാൻ ഇഷ്ടമല്ലേ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് നമ്മുടെ സ്വന്തം മാളച്ചേട്ടന്റെ വീടിന്റെ ഹാളിലാണ് വന്നിട്ടുള്ളത്. ഇതെന്തപ്പോ ഒരു അവാർഡ് നിശയിലേക്ക് കയറിയ ഒരു ഫീലാണ് കിട്ടുന്നത്. അത്രമാത്രം റെക്കഗ്നീഷൻസും അവാർഡ്സും ആണ് ചുറ്റും വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അദ്ദേഹം ഉള്ള കാലം തൊട്ടിട്ടേ സ്റ്റാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണോ, അതോ ചേട്ടന്റെ കോൺട്രിബ്യൂഷൻ, മക്കളുടെ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ചേട്ടൻ? അപ്പം അച്ഛൻ ഇത്ര വലിയ കലാകാരനായതുകൊണ്ട് സിനിമാ ഫീൽഡിലേക്ക് കയറാൻ അങ്ങനെ ഒരു ഇഷ്ടം അങ്ങനെ ഇഷ്ടമില്ലല്ലോ. അത് അതൊരു കഴിവിന്റെ മാത്രം മേഖലയല്ലേ. നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം അങ്ങനെ ആവണം. അല്ല, ചേട്ടനപ്പോ ഒരു കഴിവുണ്ട്. എന്താണ് ചെറിയ കഴിവുകളൊക്കെ ഉണ്ടാവും. ഈ ഒരു സംഭവേ ഞാൻ ആക്ച്വലി ഈ കപ്പലുകൾ ഇങ്ങനെ ഇരിക്കണത് ഞങ്ങള് മാമു കോയ്സ് പോയപ്പോ അവിടെ തന്നെയാണത്. ആണോ? ആ ഭാഗത്ത് തന്നെയാണ്. ആണ്. എന്താ ഈ കപ്പലുകളുടെ ഒരു എനിക്കെന്നറിയില്ല. ബേപ്പൂരാണ് അതിന്റെ ഒരു കേന്ദ്രം. അത് കിട്ടുന്ന സാധനം അവിടെ തന്നെ കിട്ടിയിട്ടുള്ളതാണ്. വാങ്ങിച്ചതെന്ന് തോന്നുന്നു. ആണ്. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോ എന്റെ കണ്ണുടക്കിയത് എന്റെ കുറച്ച് ഫേവറേറ്റ് സിനിമകളുടെ റിവാർഡ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ മീശമാധവൻ അല്ലേ? മീശമാധവൻ ഉണ്ട്, ചാന്ത് പൊട്ടുണ്ട്, കൊച്ചു കൊച്ചു സന്തോഷങ്ങളുണ്ട്. പിന്നെ മുകളിൽ നിങ്ങളൊന്നും ജനിച്ചിട്ടുണ്ടാവില്ല. ക്ഷമിച്ചു എന്നൊരു വാക്ക് മുകളിൽ. പിന്നെ കുറെ എണ്ണം പിന്നിൽ പോയിട്ടുണ്ട്, അതൊക്കെ ഒന്നും ഓർമ്മയില്ല. പിന്നെ കുറെ കെട്ടി ചാക്കിൽ കെട്ടി വെച്ച സ്ഥലമില്ല. പരിമിതിയല്ലേ, ചെറിയ വീടല്ലേ. ആണല്ലേ? ഓ, ഇവിടെ ഉണ്ട് 2020. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാ. ഇത് കൊറേ മുരുകനും കൃഷ്ണനും ഒക്കെ ഉണ്ടല്ലോ. ഒരു ഭക്തനായിരുന്നു അദ്ദേഹം. ഭയങ്കര മുരുകഭക്തനാണ്. അപ്പൊ അത് കയറി വരുമ്പോ തന്നെ നമുക്ക് ആ മുരുകന്റെ ഒരു പടം വെച്ചിരിക്കുന്ന കാണാം. ഇത് ആക്ച്വലി അദ്ദേഹത്തിന്റെ പടം. ഇത് എപ്പോ വെച്ചിട്ട് ശേഷം വെച്ചിട്ടുള്ളതാണ്. അതിന്റെ താഴെ ചെറിയൊരു തബല വെച്ചിട്ട് ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചോട്ടെ. അത് കാണില്ലല്ലോ. ആരെങ്കിലും ചെയ്യിപ്പിച്ച് തന്നതാണോ? ഇല്ല, അത് അച്ഛനുള്ളപ്പോ തന്നെ ഉള്ളതാണ്. ആണോ? ആരോ ഗിഫ്റ്റ് കൊടുത്താണ് അച്ഛന്. ഓ, അത് ശരി. അറിയില്ല. അദ്ദേഹം വലിയൊരു തബലിസ്റ്റ് കൂടിയായിരുന്നല്ലോ. ചേട്ടൻ തബല വായിക്കില്ല? കുറച്ച് വായിക്കില്ല. അദ്ദേഹം പഠിപ്പിച്ചു. കുറച്ച് ബാലപാഠം അച്ഛൻ പറഞ്ഞു തന്നു. പിന്നെ തന്നെത്താൻ കുറച്ച്, പിന്നെ അത് നിർത്തി. കണ്ടിന്യൂ ചെയ്യാന് കോളേജിൽ തന്നെ നിർത്തി. ഇനിയിപ്പോ നടക്കില്ല. അതുപോലെ തന്നെ ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ഇത് നല്ല പഴക്കമുള്ളതാന്ന് തോന്നുന്നല്ലോ. ഇത് വുഡനാ? വുഡ് വെച്ച് ചെയ്തതാണ് അല്ലേ? നല്ല ഭംഗിയുണ്ട്. എത്ര വർഷത്തെ പഴക്കം കാണും ഇതിന്? ഇത് 20 വർഷത്തെ പഴക്കമുണ്ട്. 20 വർഷത്തെ പഴക്കമുണ്ട് എന്തായാലും. ഇതെന്താ ചേട്ടാ? ഇത് സ്റ്റാമ്പ്. അച്ഛൻ മരിച്ചതിന് ശേഷം പൊടിയും സ്റ്റാമ്പ് ഇറക്കിണ്ടായിരുന്നു അച്ഛന്റെ പേരില്, സ്റ്റാമ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് അന്ന് എടുത്ത ഒരുപാട് വിഗ്രഹങ്ങളും ഇതും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇവിടെ ആക്ച്വലി ഏറ്റവും പഴക്കം ഏറിയ ഒരു ഇത് എന്തായിരിക്കും? തകിലുകൊട്ടാമ്പുറം എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അത് അതിന്റെ പിന്നിലെന്ന് തോന്നുന്നു. അത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ പുറകിലാണ് 82 അങ്ങനെ എന്തോ തോന്നുന്നു. അങ്ങനെ അല്ലേ?
അതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. തറവാട്ടിൽ ഇത് വേറെ സ്ഥലത്താണ് തറവാട്. അവിടെ വെച്ചിട്ട് ഈ സാധനം ഇരിക്കുന്നുണ്ട്. അപ്പൊ തറവാടിരുന്നത് ഇവിടെ ആയിരുന്നില്ല? അല്ലല്ല, തൊട്ട് കുറച്ച് ഒരു 5-6 വീട് അപ്പുറത്ത് ആണ്. ഇപ്പൊ ഈ വീട് പണി കഴിപ്പിക്കുമ്പോഴൊക്കെ ചേട്ടൻ എങ്ങനെ തീരെ കുഞ്ഞാണോ അതോ ഇതിന്റെ ഒരു പ്രോസസ് കണ്ടിട്ടുണ്ടോ? എനിക്ക് 8 വയസ്സൊക്കെ ഉണ്ടാകും അല്ലേ? ഓൾറൈറ്റ്. അപ്പം ഇത് മറ്റൊരു ഷോക്കേസ് ആണ് ഈ വീട്ടിലുള്ള. ഇതിനകത്ത് കുറേയേറെ ഫാമിലി പിക്ചേഴ്സ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇത് ഇവിടെ നേരത്തെ കണ്ട വാവകളാണ്. എന്റെ മൂത്ത മോൻ, അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛനുള്ളപ്പോ. ആണോ? അച്ഛൻ മരിച്ചതിന് ശേഷം 2 മക്കളും. ബാക്കി 2 പേരും അവര് കണ്ടിട്ടില്ല. അയ്യോടാ. അപ്പം ഇത്രയും വലിയൊരു ലെജൻഡിന്റെ ഒരു സ്നേഹം നേരിട്ട് അനുഭവിക്കാൻ ഭാഗ്യം ഉണ്ടായത് മൂത്ത ആൾക്കാർ. എന്താ മൂത്ത മോന്റെ പേര്? വേദവ്യാസൻ. അപ്പൊ അതാണിത് അല്ലെ? വേദു ആണത്. അപ്പം ഇത് തബല വായിക്കാൻ അവൻ 6 മാസമുള്ള എഴഞ്ഞു വരും അച്ഛൻ്റെ അടുത്തേക്ക്. തബല വായിക്കുമ്പോ എഴഞ്ഞു വന്നിട്ട് വെറുതെ ഒന്നും അറിയില്ല, 6 മാസമല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഫോട്ടോ ഒന്നും അന്ന് മൊബൈലിലൊക്കെ എടുത്ത് വെക്കണത്. അത് അയ്യടാ ക്യൂട്ടായിട്ടുണ്ട്. അവനാണ് ഇത് അല്ലേ? അച്ചു. ഈ വാവ ഇത് 2ാമത്തെ മകളാണ്. 2ാമത്തെ ആള്. ഇതോ? അത് ഒടുവിലത്തെ ലാസ്റ്റ്. ഈ ഒരു പിക്ചറിന് പുറകിൽ എന്തോ ഒരു കഥയില്ലേ? അദ്ദേഹത്തിന്റെ അവാർഡ്, ലാസ്റ്റ് വാങ്ങിയ അവാർഡ് ഇത് അതല്ല, അതെന്തോ ഒരു പ്രവാസി ഭാരതി എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ട്. അവരുടെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അത് കൊടുക്കുന്നത്. ഗവർണറായിരുന്നു. എന്താണ് ആളുടെ പേര്? അപ്പുറത്ത് വൈറ്റ്. എന്തായാലും ഇവിടെ വന്ന് ഈ ഒരു സ്പേസ് കാണുമ്പോ, അപ്പം 2025 അദ്ദേഹം പോയിട്ട് 10 വർഷം ആകുകയാണ്. അപ്പം എങ്കിൽ കൂടി അദ്ദേഹം തിരശ്ശീലയിൽ നമുക്ക് മുമ്പിൽ കാണിച്ചു വെച്ചിട്ടുള്ള ഓരോ വേഷങ്ങളാണ്. ഇങ്ങനെ ഓരോരോ അവാർഡ്സ് കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലായപ്പോ ഗ്രീൻ ആയിട്ട് നിൽക്കുന്ന വേഷങ്ങൾ ഓർമ്മ വരികയാണ്. അപ്പം ചേട്ടന് എത്ര വയസ്സുണ്ട് ഈ ഒരു വീട് പണി? അതായത് തറവാട് ഇവിടെ ആയിരുന്നില്ല? തറവാട് ഇതിന്റെ ഒരു 6 വീട് അപ്പുറത്താണ്. ഇപ്പൊ ഇവിടെ തറവാട് പൊളിച്ചു. ഇപ്പൊ അച്ഛന്റെ ഏറ്റവും ഇളയ സഹോദരൻ അവിടെ താമസിക്കും. പൊളിച്ചു. ഓക്കെ. അപ്പം ഈ വീട് പണിയുമ്പോ ചേട്ടന് 7 വയസ്സാണ്. പണി തുടങ്ങുമ്പോഴേ 2-3 വർഷം എടുത്തു. പഴയ കാലത്ത് പെട്ടെന്ന് വീട് പണിയാൻ പറ്റില്ല. പൈസ ഒക്കെ വരുന്നനുസരിച്ചൊക്കെ അല്ലേ കൂടുതൽ പണികള്. പിന്നെ എല്ലാത്തിനും ഡിലേ അല്ലേ, ഇന്നത്തെ മാതിരി അല്ലല്ലോ, സ്പീഡിൽ പണിയില്ലല്ലോ. അപ്പൊ എത്ര വർഷം എടുത്തിരുന്നു? 3 വർഷത്തിലും മേലെ എടുത്തു എല്ലാ ഫൈനൽ പണി കഴിയും. കാരണം അന്നത്തെ കാലത്ത് ഈ ടൈൽസിന്റെ അടിയിൽ മൊസൈക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, മാർബിൾ, അതൊക്കെ ആയിരുന്നു. അത് മറ്റേ പോളിഷ് ചെയ്യാനും ഉരയ്ക്കാനും ഒരു 8 മാസമൊക്കെ നിന്നിട്ട് ആൾക്കാർ കട്ട് ചെയ്യും. 3 ലെയർ കട്ട് ചെയ്ത് വാക്സ് ഇടാനും ഇതിനൊക്കെ. അങ്ങനെ അപ്പൊ കുറെ കാലങ്ങൾ അതിന് തന്നെ വേണ്ടി വരും. ഉരയ്ക്കല്, കല്ല് വെച്ചിട്ട് ഉരയ്ക്കല്, കട്ടിങ് കൈ കൊണ്ട് ഉരയ്ക്കവര്, മറ്റേത് മെഷീൻ വെച്ചിട്ട്. അപ്പൊ അതിനൊക്കെ കുറെ അങ്ങനെ ഒരേ പണികള്, മറ്റേ കാർപ്പൻട്രി വർക്ക്, അതൊക്കെ സമയം ഒരുപാട് എടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അന്നും അദ്ദേഹം സിനിമാ നടൻ തന്നെയാണല്ലോ. അല്ല, സിനിമയില് അഭിനയിച്ച പൈസ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ് വീട് പണി. ഓൾറെഡി ഏത് പടത്തിലായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാകുക? താറാവൊക്കെ കഴിഞ്ഞപ്പോ സ്ഥലം വാങ്ങിച്ചു. താറാവ് എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നു, 80കളിലാണ്. അത് ഏതാ കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ അതിനുശേഷം പണിത്. എന്തായാലും ഈ ഒരു ഏരിയയിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അല്ലേട്ടാ. ഓൾറൈറ്റ്. അപ്പൊ ഇതാണ് ഒരു ഡൈനിങ് ഏരിയ അല്ലേ? നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒരു ലിവിംഗ് റൂം എന്ന് വേണമെങ്കിൽ പറയാം. അച്ഛനെ ഇവിടെ ഇരുന്നിട്ട് തവല വയ്ക്കാറ്. ഈ ചെയറിട്ട ഭാഗത്ത് അത് മാറ്റിയിടും. ഇവിടെ ഇരുന്നിട്ട് തവല വയ്ക്കും. അദ്ദേഹത്തിന് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ അങ്ങനെയില്ല, ബെഡ്റൂമിൽ കിടക്കും. എപ്പോഴും ഷൂട്ടൊന്നും ഇല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു ഡൈനിങ് സ്പേസ്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് എപ്പോഴും ഒരുമിച്ചായിരിക്കില്ല, എപ്പോഴും ആൾക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം. ഞാനൊക്കെ ലേറ്റ് ആയിട്ട് ചെറുപ്പത്തിന്റെ ഒരു ശീലം അങ്ങനെ ആയതാ. ആണല്ലേ? ഇവിടെ ഫുൾ ഇങ്ങോട്ട് വന്നപ്പോഴും മുരുക ഭഗവാന്റെ പിക്ചർ ഉണ്ട്. അദ്ദേഹത്തിന് എന്താണ് അങ്ങനെ ഒരു മുരുകഭക്തി ഇത്ര വരെ? മുരുകനോട് ഭയങ്കര പ്രിയമാണ്. ഫുൾ മുരുകനെ ആലോചിച്ചിട്ടാണ്. മുരുകന്റെ ലോക്കറ്റ് വരെ ആള് എപ്പോഴും ഉപയോഗിക്കും. എന്തെങ്കിലും അതിനൊരു കാരണം എന്തെന്നറിയില്ല. അത് അച്ഛനും അച്ഛന്റെ അമ്മയും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. പാരമ്പര്യമായിട്ട് കിട്ടിയെന്ന് തോന്നുന്നു. ചേട്ടനോ? എനിക്ക് ഓക്കെ. അപ്പം എങ്ങനെയായിട്ട് ഇവിടുത്തെ ഒരു ഭക്ഷണ രീതിയൊക്കെ അദ്ദേഹം മരിക്കുന്നത് വരെ എങ്ങനെയായിരുന്നു? എല്ലാവരും ഒരുമിച്ച് ഒരേ നേരം ഇരുന്ന് കഴിക്കണം, അങ്ങനെയൊക്കെ നിർബന്ധം ഉണ്ടായിരുന്നോ? അങ്ങനെയില്ല. ആള് ഇഷ്ടമുള്ളപ്പോ ഇഷ്ടമല്ല, ആൾക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കണം. ഡയബറ്റിക് ആയിരുന്നു. അപ്പൊ വിശപ്പ് കൂടുതലുണ്ടെന്ന് എപ്പോഴും പറയും. അപ്പൊ ആള് ആഗ്രഹം അതിന്റെ ഉള്ളിൽ ഇരുന്ന് കഴിക്കാനാ കിച്ചണില്. അപ്പൊ സാധനങ്ങൾ പെട്ടെന്ന് കിട്ടില്ലോ. ഇതാകുമ്പോ ചോദിച്ച് വരുത്തിക്കേണ്ടി വരും. അച്ഛനെ ഒന്ന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആള് ഇവിടെ മാത്രമേ ചെയ്യുള്ളൂ. പുറത്തേക്ക് അപ്പൊ തന്നെ പോയി പുറത്ത് വേറെ കടയിൽ പോയി കഴിക്കും, ഭക്ഷണം കഴിക്കും. എന്തായിരുന്നു ഇഷ്ടപ്പെട്ട ഭക്ഷണം? ഇഷ്ടപ്പെട്ട മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മീൻ ഭയങ്കരമായിട്ട് കഴിക്കും ഡെയിലി. സാമ്പാർ, ഇഡലിക്ക് മീൻകറി കൂട്ടി ഇഡ്ഡലി കഴിക്കുന്ന ആളാ.
കാലത്ത്. ഓ, അത്രയും മീൻ ഇഷ്ടമായിരുന്നു അല്ലേ? ഓക്കെ. എങ്ങനെയായിരുന്നു ഹിം ആസ് എ ഫാദർ? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛനായിരുന്നു? ഇല്ല, അല്ലായിരുന്നു. ഇപ്പൊ നമുക്ക് അറിയുന്നത് ഒരുപാട് കോമഡി ഒക്കെ പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു മാളാരവിന്ദനെയാണ്. അപ്പൊ മാളച്ചേട്ടൻ എങ്ങനെയായിരുന്നു വീട്ടില് സീരിയസ് ആണ്, അത്യാവശ്യം ആള് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും പറയാറുള്ളത്. ചിരി അച്ഛൻ്റെ അനുജനം ഉണ്ടായിരുന്നു. അച്ഛൻ മരിക്കുന്നതിന് നേരത്തെ മരിച്ചുപോയി. അദ്ദേഹം ഇവിടെ തന്നെയായിരുന്നു. ആള് ഭയങ്കരമായിട്ട് കോമഡി പറയുക ആസ്വദിക്കുന്നതാണ്. ആളുടെ കോമഡികളാണ് അച്ഛന് ഏറ്റവും ഇഷ്ടം. അത് ശരി. നമ്മളത് എന്തെങ്കിലുമൊക്കെ അതിന് സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ എന്തെങ്കിലും കോമഡികളൊക്കെ? ഇല്ല അല്ലേ? ഓൾറൈറ്റ്. ഇത് അദ്ദേഹം വായിച്ചിരുന്ന തബലകളാണല്ലേ? അതെ. ഇപ്പൊ ഒത്തിരി കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കണം, ശരിയാക്കി വെക്കണം. ഇത് ഒത്തിരി ഉണ്ടല്ലോ. ഒരു 8 സെറ്റോളം ഉണ്ട്. ഇത് വ്യത്യാസങ്ങളുണ്ടോ ഇതില്? അല്ല, എല്ലാം പിച്ച് വേറെ, ഹൈ പിച്ച് അങ്ങനെയൊക്കെയുള്ള പിച്ചുകൾ വേറെ ഉള്ള തബലകളാണ്. ഈ കുട്ടി ഇൻസ്ട്രുമെന്റ് അത് അടുത്തുള്ളൂ. അത് വായിക്കണതല്ല, അതൊരു ടോയ് മാതിരി കെട്ടി തന്നിരിക്കുന്നതാണല്ലേ? ഇത് മൃദംഗത്തിന്റെ മിനിയേച്ചർ വേർഷൻ ആണ്. ഇതായിരുന്നു നമ്മുടെ ലെജൻഡ് ആയിട്ടുള്ള മാള സാറ് വായിച്ചുകൊണ്ടിരുന്ന തബലകൾ. ഇതിൽ അദ്ദേഹത്തിന് ഒരു ഫേവറേറ്റ് അങ്ങനെ ഉണ്ടോ? ഇല്ല, ആളിങ്ങനെ ഓരോ ഇത് അറിയാലോ, അപ്പൊ പറയുക ശ്രുതി അനുസരിച്ച് മാറ്റി വായിക്കും. ലെഷർ ടൈം ഒക്കെ അത് ആള് അവസാന കാലഘട്ടത്തിലാണ് അങ്ങനെ തബലയിൽ കൂടുതൽ. പിന്നെ അല്ലാത്ത സമയത്തൊന്നും, നല്ല തിരക്കുള്ള സമയത്തൊന്നും ആള് വായിച്ചിരുന്നില്ല. ലാസ്റ്റ് അച്ഛൻ മരിക്കുന്ന ഒരു 10 കൊല്ലം ആയിട്ടാണ് തബലയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് തന്നെയല്ലേ, എന്നും സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ നേരില്ല, ക്ഷീണമായിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിനകത്ത് ചേട്ടന്റെ പടം ഉണ്ടോ? ഇതിലില്ല, ഇത് പെങ്ങളാണ്, സിസ്റ്റർ ഫാമിലിയാണ്. സിസ്റ്റർ മകൻ അറ്റത്ത്, അളിയൻ മകൻ. മകളുടെ പടം. ചേട്ടന്റെ ഫാമിലി ഫോട്ടോ, കല്യാണ ഫോട്ടോ ഒന്നും ഇവിടെ ഇല്ല, വെച്ചിട്ടില്ല. വൈഫ് അഡ്വക്കേറ്റ് ആണ് കേട്ടോ. ഇവിടെ ഇല്ല, ചേച്ചി വർക്കിന് പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടായിരുന്നു. അപ്പം ഈ ചേച്ചിയുടെ കല്യാണത്തിനായിരുന്നോ ചേട്ടാ മമ്മൂക്ക വന്ന കഥ? ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെളുപ്പിനാണ് എത്തി, 2 മണിക്ക് ഇവിടെ. അതായത് കല്യാണ തലേദിവസമല്ല, കാലത്തുമല്ല. അതിന് സമയമില്ല, ആള് ഷൂട്ട് നടക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു പുറപ്പാട് എന്ന് പറഞ്ഞ ഫിലിമായിരുന്നു. ഇടുക്കിന്ന് വന്ന കൊച്ചിൻ ഹനീഫ, മമ്മൂക്ക വൈഫ്, അദ്ദേഹത്തിന്റെ മമ്മൂക്കയുടെ അനുജൻ ഇബ്രാഹിംകുട്ടി, ഇവരെല്ലാം കൂടിയിട്ട് വന്നത്. എനിക്ക് 10-14 വയസ്സുള്ളൂ. ഉറങ്ങിയിട്ടില്ല ആരൊന്ന്. ആള് വരുന്ന പിന്നെ ഉറങ്ങില്ല. ആള് വന്ന് പോയി കഴിഞ്ഞപ്പോ ഗുരുവായൂർ വെച്ചായിരുന്നു കല്യാണം. അങ്ങനെ എല്ലാവരും കുളി തുടങ്ങി. 4 മണിയായപ്പോഴത്തേനും തുടങ്ങിയാലേ 6 മണിക്ക് പുറപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ അന്ന് ഉറങ്ങിയിട്ടില്ല. അങ്ങനെ കല്യാണം കൂടാൻ പോയി എന്നുള്ളത് ഒരു കല്യാണ കഥ. ഓക്കെ. അപ്പം 40 വർഷത്തോളം പഴക്കമുള്ള ഈ വീട്ടിലിപ്പോ എത്ര മുറികളാണ്? അത് കിച്ചൺ ആണ് കേട്ടോ, നമ്മളെ നേരെ പുറകിൽ കാണുന്നത്. പിന്നെ എത്ര മുറികളുണ്ട്? 3 ബെഡ്റൂം. 3 ബെഡ്റൂം ആണുള്ളത്. പിന്നെ സ്പേസ് അല്ല, മുകളിലെ ബെഡ്റൂം തന്നെയാണ് അത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്കൊന്ന് മുകളിൽ പോയി കണ്ടാലോ? പോവാ, ഭയം. അപ്പോ ഇനിയിപ്പോ ഞാൻ പോവാൻ പോകുന്നത്, ചേട്ടനെ കൊണ്ടുപോകാൻ പോകുന്നത് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ അസിസ്റ്റൻസും മാളച്ചേട്ടൻ്റെ മാനേജേഴ്സും ഒക്കെ വരുമ്പം വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ കയറി പോകുന്ന ആ ഒരു വെളുപ്പിനൊക്കെ വരുമ്പോ അല്ലേ? ഓക്കെ. സെപ്പറേറ്റ് ഗേറ്റ് ഇതിനായിട്ട് തന്നെ വെച്ചിട്ടുണ്ടല്ലേ? അല്ല, അത് പഴയ കാലത്ത് കാറ് കളവ് പോയിരുന്നു. അപ്പൊ ഒരു എക്സ്ട്രാ ഗേറ്റ് ഇട്ടിട്ട് താഴോട്ട് വെച്ചത്. അന്ന് ചെറിയ കാറുകളാണ്, സെന്നൊക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഇതിനകത്ത് കൊള്ളും. ഇത് മൊത്തം മറ്റേ ഒരുപാട് ഇത് വലിയ വേപ്പ് മരം അല്ലേ ഏട്ടാ? അമ്മേടെ നാരങ്ങ ഒടിഞ്ഞെടുക്കണം. വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അത് ചീത്ത മീൻസ് വാടിപ്പഴുത്തായിരിക്കും. ചേട്ടാ ഇതൊന്നും ശരിക്കും കൊള്ളി പൊട്ടിക്കന്നെ വേണം മരത്തിൽ. അത് മൂത്തിട്ട് വേണം പൊട്ടിക്കാനായിട്ട്. മൂക്കാന്ന് പറഞ്ഞാൽ വലിപ്പം വെക്കും കുറച്ചും കൂടി, ഇതിന്റെ ഇരട്ടിയും. പൊളിച്ചു നോക്കാം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട്. ഇതേ കിടക്കുന്നത് നിറച്ച് കിടക്കണം, ഒന്ന് പൊളിച്ചു നോക്കണം. അപ്പം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മുറി അല്ലേ, ഗസ്റ്റ് റൂം. അപ്പൊ ഇതാണ് അതിന്റെ എൻട്രൻസ്. അതെ. ഇങ്ങനെ വന്നിട്ട് ഉപയോഗിക്കണില്ല, കൂട്ടിയിട്ടിരിക്കുകയാണ് അല്ലേ? ഓൾറൈറ്റ്. അപ്പം ആൾക്കാർ മിണ്ടാതെ വന്ന് ഇതേ വഴി കയറി അങ്ങ് പോയേനെ. അപ്പൊ എന്തൊക്കെ അമ്യൂണിറ്റീസ് ഉണ്ട് ഇതിന്റെ അകത്ത്? പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ എന്തായാലും മാളച്ചേട്ടന്റെ വീട് എല്ലാരും കണ്ടല്ലോ.
എന്തായാലും ഇവിടെ നിന്ന് നാരങ്ങ ഒന്ന് വിടണം കേട്ടോ മുത്തുചേട്ടൻ. ഇഷ്ടം പോലെ കിടക്കല്ലേ കിടക്കല്ലേ കൊണ്ടുപോകണല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ സ്വന്തം മാളച്ചേട്ടന്റെ വീട്ടിലെ വിശേഷങ്ങൾ. എന്തായാലും ഞാൻ തീരെ പ്രതീക്ഷയില്ല കേട്ടാ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുഞ്ഞിലെ ഒരു റിയാലിറ്റി ഷോ ആ ഷോന്റെ ജഡ്ജായിരുന്നു മാളാരവിന്ദൻ സർ. അപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ വരാൻ പറ്റി. അദ്ദേഹം ഉപയോഗിച്ച സാധനങ്ങള്, അദ്ദേഹത്തിന്റെ വീട്, പരിസരം, വൈഫ്, പേരക്കുട്ടികള് എല്ലാരെയും കാണാൻ പറ്റി. ചേട്ടനെ മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ബൈ ദ വേ, ഇത് എന്ത് ബ്രേസ്ലെറ്റ് ചേട്ടാ? ഇത് പഴയ കാലത്ത് അച്ഛൻ്റെയാണ്. അച്ഛൻ്റെ ആയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഉപയോഗിക്കണ വളാന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിരുന്നത് അന്നത്തെ കാലത്ത്. ഈ നീല സ്റ്റോണിന് എന്തെങ്കിലും ഒന്നും അതൊക്കെ അതിന്റെ ബന്ധപ്പെട്ടിട്ടായിരിക്കണം. ഒരു വിശ്വാസം മാത്രമായിരിക്കും ചിലപ്പോ. പക്ഷെ ഇത് എന്റെ മകൻ ഇപ്പൊ കണ്ടെത്തി, എവിടെന്നോ തെരഞ്ഞെടുത്ത് കണ്ടെത്തി. പിന്നെ അത് അച്ഛൻ്റെ ആയതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് നടക്കണം. അത് കയ്യിലിടുമ്പോ അച്ഛൻ കൂടെ ഉള്ള ഇത് എന്റെ പേരിൽ ഇടുന്നത്. ചേട്ടൻ എങ്ങനെയാണ്? മാളസാറിനെ മാതിരി തന്നെയുള്ള ഒരു അച്ഛനാണോ? ഏകദേശം അങ്ങനെയാണ്. ഈ ഒരു ചായ വെച്ചിട്ട് പുറത്തിറങ്ങുമ്പോ, അതായത് മകനാണെന്ന് അറിയാത്ത ആൾക്കാർ വന്നിട്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെ ചിലർ ചോദിക്കും ആളല്ലെന്നൊക്കെ ചോദിക്കും. കാണുമ്പോഴേ ആ ചായ വെച്ചിട്ട് ചോദിക്കും. ചിലർ ശബ്ദം കേട്ടിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അയ്യോ, ശരിക്കും ശബ്ദത്തിന് അത് ഭയങ്കര ഇതുണ്ട് കേട്ടോ. താഴെ നിന്ന് എന്തോ ഒരു കാര്യത്തിന് ഇളയ ആളെ അല്ലെ മോളെ എന്നുള്ളത് ശരിക്കും ആൾച്ചോടെ സംസാരിക്കണ മാതിരി ഉണ്ടായിരുന്നു. ഈ എല്ലാ നടന്മാരുടെയും മക്കളോട് ചോദിക്കുന്ന ഒരു ക്ലീശ ചോദ്യമാണ്, എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? അച്ഛൻ്റെ ഒരു സിനിമയല്ല, ഒരുപാട് സിനിമകൾ ഇഷ്ടമാണ്. ഒരു ഒരെണ്ണം പേരെടുത്ത് പറയാന്ന് വെച്ചാൽ എൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ കണ്ട സിനിമ താറാവ് എന്ന് പറഞ്ഞ ഫിലിം. അത് ജെസി സാർ സംവിധാനം ചെയ്ത് അതിലെ ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ട് എനിക്ക് അന്ന് ഓർമ്മയുണ്ട്, ഇന്ന് ഓർമ്മയുണ്ട്. അതൊക്കെയാണ് ഇഷ്ടപ്പെട്ട. പിന്നെ ലോഹിയാട്ടിന്റെ കുറെ പടങ്ങളിലും ഭരതൻ സാറിന്റെ പടത്തിലൊക്കെ കുറെ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കോമഡി കാണാനാണ് ഇഷ്ടം? അല്ല, കോമഡിയും രണ്ടു തരത്തിൽ ചെയ്തിരുന്നു. ലാസ്റ്റ് ആയപ്പോ സീരിയസ് വേഷങ്ങൾ മാത്രമായിരുന്നു ആള് ചെയ്തിരുന്നത് അവസാന കാലഘട്ടത്തിൽ. അതെ അതെ. അപ്പം ചേട്ടൻ ഇനിയിപ്പോ സിനിമയിലേക്ക് ഒന്നും നോക്കിയതേ ഇല്ല? പിന്നീട് ഞാനിപ്പോ ഒരു 10-20 വർഷമായിട്ട് എനിക്ക് ബിസിനസ്സാണ്. അത് പിന്നെ അതിൽ നിന്ന് ഒട്ടും നീങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറി നിൽക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുള്ള ആണ് ചെയ്യുന്നത് അല്ലേ? വൈഫ് അഡ്വക്കേറ്റ് ആണ്. മക്കള് മൂത്താള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ 2 ചെറിയ മക്കള് 1ാം ക്ലാസ്സിൽ UKG പഠിക്കുകയാണ് അല്ലേ? ഓൾറെഡി. അപ്പം താഴെ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഓൺ സ്ക്രീൻ വരാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രൈവറ്റ്ലി അവരോടൊക്കെ നിങ്ങളുടെ എല്ലാ സുഖാന്വേഷണങ്ങളും പറഞ്ഞേക്കാം. എന്തായാലും എനിക്ക് വീടും സ്ഥലമൊക്കെ വന്ന് കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഈ ഒരു സ്പേസ്. വെറുതെ ഇതിന്റെ മുകളിലൊക്കെ കയറി ഇരിക്കുകയാണെങ്കിലേ ഞാനങ്ങനെയൊക്കെ മണ്ടയിൽ ചാടിക്കാൻ പണ്ട് കിടന്നുറങ്ങിയിരുന്നു. ആണോ? പായൊക്കെ ഇട്ടിട്ട് കിടക്കും. കൂട്ടുകാരൊക്കെ രാത്രി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് നല്ല ഒരു ഇതാണ്. എസ്പെഷ്യലി ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്കും ആ താഴെയുള്ള പച്ചപ്പും ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമാണ്. അപ്പൊ മുത്തുചേട്ടാ, താങ്ക് യു സോ മച്ച്. ചേട്ടന്റെ ശരിക്കുള്ള പേര് മുത്തു തന്നെയാണ്? അല്ല, എന്റെ ശരിക്കുള്ള പേര് കിഷോർ എന്നാണ്. വീട്ടിലും നാട്ടിലും അച്ഛനും എല്ലാവരും വിളിക്കുന്നത് മുത്തു എന്നാണ്. അദ്ദേഹമാണോ മുത്തു? അച്ഛൻ മുത്തു എന്നാണ് എനിക്ക് ശരിക്കും പേരിട്ടത്. പക്ഷെ സ്കൂളിലൊക്കെ ചേർത്തപ്പോ കിഷോർ എന്നായി ആക്കിയതാണ്. എങ്ങനെ ഫുൾ നെയിം? അപ്പൊ കിഷോർ അല്ല, കിഷോറിന് മാത്രം, അരവിന്ദനില്ല, കിഷോറിന് മാത്രം. ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ കാണിച്ചു തന്നതിന് താങ്ക് യു സോ മച്ച്. ലൈക്ക് സോ ഗ്രേറ്റ്ഫുൾ ടു യു, നമുക്ക് വന്നതൊക്കെ കാണാൻ പറ്റിയതില്. അപ്പൊ എന്റെ പ്രേക്ഷകർക്ക് ഒരു ടാറ്റ നമുക്ക് ഒരുമിച്ച് പറയാം. അപ്പം ബൈ ഗൈസ്, ഐ വിൽ കാച്ച് യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്.